ഹലോ ആൻഡ് വെൽക്കം ടു ലെസൺ 9. ലെസൺ 1 മുതൽ 7 വരെയുള്ളത് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. കുറച്ച് പേര് കറക്റ്റാക്കിയിട്ടുണ്ട്, കുറച്ച് പേര് എന്താ അറിയില്ല, ശരിയാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ ഉത്തരങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിശ്ചലിനെ കുറിച്ചല്ലേ. നിശ്ചൽ ഹോസ്പിറ്റലാണ്. എത്ര കാലമായിട്ട് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ലോങ് ഹാസ് നിശ്ചൽ ബീൻ ഇൻ ദ ഹോസ്പിറ്റൽ. ടു ബി ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലാവുക. അപ്പോൾ ഹൗ ലോങ് ഹാസ് ഹി ബിൻ, V3 വേണം. ഹൗ ലോങ് ഹാസ് ഹി ബിൻ ഇൻ ദ ഹോസ്പിറ്റൽ. അടുത്തത് സാം ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. സാം എൻ്റെ ഒരു ഫ്രണ്ടാണ്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ഒന്നില്ലെങ്കിൽ ഐ നോ ഹിം വെൽ, അല്ലെങ്കിൽ ഐ ഹവ് നോൺ ഹിം വെൽ. രണ്ടും കറക്റ്റാണ്. അയ്യോ ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്നെ കണ്ടിട്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പോലെ തോന്നുന്നുണ്ട്. അതെങ്ങനെയാ പറയാം? യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് ബീൻ ക്രൈങ്. യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് ബീൻ ക്രൈങ്. ഒരാൾ സോറി ഐ എം ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാൻ അധികം നേരം ആയിട്ടില്ല വെയിറ്റ് ചെയ്യുന്നത്. എങ്ങനെ പറയുന്നത്? ഐ ഹാവൻറ്റ് ബീൻ വെയിറ്റിംഗ് ഫോർ ലോങ്, അല്ലെങ്കിൽ ഐ ഹാവൻറ്റ് ബീൻ വെയിറ്റിംഗ് ലോങ്. ഞാൻ കുറേ നേരമൊന്നും ആയിട്ടില്ല വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഐ ഹാവൻറ്റ് ബീൻ വെയിറ്റിംഗ് ലോങ്. അടുത്തത് ഫോർ അല്ലെങ്കിൽ സിൻസ് ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്ത് എനിക്ക് മടുത്തു. വി ഹവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ, അല്ലേ? ഒരു മണിക്കൂറായിട്ടെന്ന് പറയാൻ ഫോർ ആൻ അവർ. വി ഹവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ. അപ്പോൾ മിസ്റ്റേക്സ് മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇന്ന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കിടക്കുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടെൻസുകൾ വെറുതെ പഠിച്ചു പോവല്ല. ഇതിൽ ഓരോ ടെൻസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അത് ക്ലാരിറ്റി കൊണ്ടുവരിക. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരിക? ഐ ഹാഡ് ഡൺ. ഐ ആവാം, യു ആവാം, ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ആവാം. അത് കഴിഞ്ഞാൽ ഹാഡ് വരും, അത് കഴിഞ്ഞാൽ V3 ഡൺ. പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെയായിരുന്നു? ഐ ഹാവ് ഡൺ, ഷീ ഹാസ് ഡൺ. പാസ്റ്റ്ലി ഹാവും ഹാസും ഒന്നുമില്ല, ഒറ്റ ഉള്ളൂ, ഹാഡ്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞ് V3 ഫോം. മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ കഥകളൊക്കെ പറയാറില്ലേ? അപ്പോൾ അതാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക, അല്ലേ? മുമ്പ് നടന്ന കാര്യങ്ങൾ. പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പം നമ്മൾ എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യേണ്ടത്? ഒരു കഥാസന്ദർഭം, ഒരു ചെറിയൊരു സന്ദർഭം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എവിടെയാണ് ഈ സിമ്പിൾ പാസ്റ്റ് അല്ലാണ്ട്. സിമ്പിൾ പാസ്റ്റ് ഓർമ്മയില്ലേ? ഐ എയ്റ്റ് ദ ബർഗർ, അല്ലെങ്കിൽ ഐ ഡ്രാങ്ക് ദ മിൽക്ക്, ഷീ വെൻ ടു ലണ്ടൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. വെൻറ്റ്, അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫോം. ഇത് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ പറയാം. അപ്പോൾ ഞാനൊന്ന് വായിക്കാം, നോക്കണേ. ഐ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി. കഥയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണ്. ഞാൻ പാർട്ടിയിൽ എത്തി. ഐ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് ആ പാർട്ടിക്ക് എത്തുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാണ്. അവിടെയാണ് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് കഴിഞ്ഞ് V3 ഉള്ള ഫോം യൂസ് ചെയ്യാം. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി ഷീ ഹാഡ് ഓൾറെഡി ഗോൺ ഹോം. ഞാൻ പാർട്ടിയിൽ എത്തിയപ്പം അവൾ ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ഗോൺ ഹോം. When we got home last night, we found that somebody had broken into the house. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ ആരോ വീട്ടിൽ അതിക്രമിച്ച് കയറിയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞേ? വെൻ വി ഗോട്ട് ഹോം ലാസ്റ്റ് നൈറ്റ്, ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എന്താ പറ്റിയത്? അതിന് മുമ്പ് നടന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് പറയണത്? പാസ്റ്റ് പെർഫെക്റ്റിൽ. വി ഫൗണ്ട് ദാറ്റ്, ഞങ്ങൾ കണ്ടു, ഞങ്ങളത് അറിഞ്ഞു. എന്താ അറിഞ്ഞത്? സംബഡി ഹാഡ് ബ്രോക്കൻ ഇൻ ടു ദ ഹൗസ്. വീട്ടിലേക്ക് ആരോ കയറിയിട്ടുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു. വി ഫൗണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയാം. പക്ഷേ മലയാളത്തിൽ ഒരാൾ വീട്ടിലേക്ക് കയറിയ കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഭാഷയിലും അതേ വാക്കിൻ്റെ തത്തുല്യം അതിനുപയോഗിച്ച് പറയണമെന്നില്ല. ആ ഭാഷയ്ക്ക് അനുയോജ്യമായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഫൗണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയാത്ത അറിഞ്ഞു എന്ന് പറയണേ. അറിഞ്ഞു എന്ന് വെച്ചാൽ നോ എന്നല്ലേ പറയണ്ടേ? ഓരോ ഭാഷ വ്യത്യാസമല്ലേ? ആ ഭാഷയ്ക്ക് ഉതകുന്ന അല്ലെങ്കിൽ അനുയോജ്യമായ
വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുതെന്ന് പറയണേ. വെൻ വി റീച്ച്ഡ് ഹോം വി ന്യൂ ദാറ്റ് എന്ന് ഉപയോഗിക്കണേക്കാളും വി ഫൗണ്ട് ദാറ്റ്. ഞങ്ങളത് അവിടുത്തെ ആ സാഹചര്യം കണ്ടപ്പോൾ മനസ്സിലാക്കി എന്നുള്ള അർത്ഥത്തിൽ വി ഫൗണ്ട് ദാറ്റ് അവിടെ കൂടുതൽ യോജിക്കുക. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പഠിക്കണം എന്ന് പറയണത്. അതിൻ്റെ അർത്ഥം മലയാളം എക്സ്പ്ലനേഷൻ പാടില്ല എന്നല്ല. ഞാൻ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സ് ഉള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അതിൽ ഞാൻ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്, മലയാളം ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴത്തെ കുറേ വീഡിയോസ് അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ആ വീഡിയോ സീരീസ് കാണാം. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അതിലേക്ക് പോകരുത്. ഇപ്പോൾ ഈ ഒരു സീരീസൊക്കെ കണ്ട് കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാസ്റ്റ് പെർഫെക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യമാണ്. ഒന്ന്, ആദ്യം ഒരു കാര്യം നടന്നു, അതിന് മുമ്പ് നടന്ന കാര്യം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ എല്ലാം പാസ്റ്റിലാണ് നടക്കണത്, കഥ പറയാണ് നമ്മൾ. പക്ഷേ ഒരു സംഭവം പറഞ്ഞപ്പോൾ അതിന് മുമ്പ് ഇങ്ങനൊരു കാര്യം നടന്നിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. ഇന്നലെ സിനി ഞങ്ങളുടെ കൂടെ പടത്തിന് വന്നില്ല, എങ്ങനെ പറയും? സിമ്പിൾ പാസ്റ്റിൽ പറയാം. സിനി ഡിഡിൻറ്റ്, അല്ലേ, വന്നില്ല എന്ന് പറയാൻ ഡിഡിൻറ്റ് കം ടു ദ സിനിമ വിത്ത് അസ്. സിനിമ എന്ന് പറഞ്ഞാൽ എന്താ? സിനിമ എന്ന് വെച്ചാൽ തിയേറ്റർ എന്നുള്ള അർത്ഥമാണ് പൊതുവേ കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ ഡിഡിൻറ്റ് കം ടു ദ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിലേക്ക് വന്നില്ല എന്നാണ് അർത്ഥം വരിക. സിനിമ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിനിമ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ ഷി ഡിഡ്ന്റ് കം ടു ദ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിലേക്ക് വന്നില്ല എന്നർത്ഥം. ഓക്കെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലത് പറഞ്ഞു. ഇനി കാരണം എങ്ങനെ പറയും? അത് ഏത് ടെൻസിൽ പറയും? ഷീ ഹാഡ് ഓൾറെഡി സീൻ ദ മൂവി. അവൾ ഓൾറെഡി ആ പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി സീൻ, V3 ആണേ. ഷീ ഹാഡ് ഓൾറെഡി സീൻ ദ മൂവി. അപ്പോൾ ഓൾറെഡിൻ്റെ ഇടയിൽ വന്നു, അത് ഓൾറെഡി അവിടെ എവിടെയും ഇടണ്ടേ? അപ്പോൾ അതിന് അനുയോജ്യമായ സ്ഥലം അതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓൾറെഡി എന്ന് പറഞ്ഞാൽ V3 ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഹാഡ് സീൻ, ഷീ ഹാഡ് ഓൾറെഡി സീൻ ദ മൂവി. സീനാണ് അവിടെ V3. എൻ്റെ കൂടെ പ്ലെയിനിൽ ഇരുന്ന ആൾക്കാരില്ലേ, അവർ ഭയങ്കര നെർവസ് ആയിരുന്നു. അങ്ങനെ പറയും. ദ പീപ്പിൾ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ. ദ പീപ്പിൾ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. എവിടെ? പ്ലെയിനിൽ. ഓൺ ദ പ്ലെയിൻ. അവർക്ക് എന്തായിരുന്നു പ്രശ്നം? അവർ ഭയങ്കര നെർവസ് ആയിരുന്നു. വർ നെർവസ്. ദ പീപ്പിൾ സിറ്റിംഗ് ഓൺ ദ പ്ലെയിൻ, അല്ലെങ്കിൽ ദ പീപ്പിൾ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ഓൺ ദ പ്ലെയിൻ വർ നെർവസ്. അതിനെന്താ കാരണം? അവരാദ്യമായിട്ടായിരുന്നു പറക്കണത് വിമാനത്തിൽ. അതെങ്ങനെ പറയും? വിമാനത്തിൽ പറക്കുക എന്ന് പറഞ്ഞാൽ ടു ഫ്ലൈ എന്ന് പറയാം. അപ്പോൾ ഫ്ലൈയുടെ V3 എന്താ? ഫ്ലോൺ. അവർ മുമ്പ് പറന്നിട്ടില്ലായിരുന്നു എന്ന് പറയാൻ ദേ ഹാഡിൻറ്റ് ഫ്ലോൺ ബിഫോർ. ദേ ഹാഡിൻറ്റ് ഫ്ലോൺ ബിഫോർ. ഓക്കെ. ഇത് ചില ആൾക്കാർ ഫ്ലൂ ബിഫോർ എന്നൊക്കെ പറയും. അല്ല, ഇവിടെ വിമാനത്തിൽ പറക്കുക ഫ്ലൈ, ഫ്ലോൺ. അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദേ ഹാഡിൻറ്റ് ഫ്ലോൺ ബിഫോർ. അപ്പം മുമ്പ് ചെയ്ത കാര്യങ്ങൾക്കല്ലേ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്. അല്ല, ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇതിന് മുമ്പ് അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഏത് കാര്യത്തെക്കുറിച്ചാണ് പറയണത്, അത് എപ്പോഴാണ് നടന്നിരുന്നത് അല്ലെങ്കിൽ നടക്കാതിരുന്നത്, അതിന് മുമ്പ്, അങ്ങനെയാകുമ്പോൾ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ വേറെ രീതി പറയാം, നെവർ യൂസ് ചെയ്ത് പറയാം. ദേ ഹാഡ് നെവർ ഫ്ലോൺ ബിഫോർ. അല്ലേ, ഒരിക്കലും ചെയ്തിട്ടില്ല. ദേ ഹാഡ് നെവർ ഫ്ലോൺ ബിഫോർ. ക്ലിയർ ആയോ? ഇനി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ്? ഹാവ് സീൻ, ഐ ഹാവ് സീൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, ഐ ഹാഡ് സീൻ. ഇത് തമ്മിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് നോക്കാം. ആരാ സ്ത്രീ? ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ പറയും? ആരാന്ന് പറയാൻ ഹൂ ഇസ് ദാറ്റ് വുമൻ. ഹൂ ഇസ് ദാറ്റ് വുമൻ? ഞാൻ മുമ്പ് അവരെ കണ്ടിട്ടില്ലല്ലോ. ഐ ഹാവൻറ്റ് സീൻ ഹെർ ബിഫോർ. ഐ ഹാവൻറ്റ് സീൻ ഹെർ ബിഫോർ. ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്. ഐ ഹാവൻറ്റ് സീൻ ഹെർ, അവളെ കണ്ടിട്ടില്ല മുമ്പ്. ഐ ഹാവൻറ്റ് സീൻ ഹെർ ബിഫോർ. ആരാണിത്? ഞാൻ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള നമ്മൾ ചോദിക്കാറില്ലേ, അത്. ഇനിയിപ്പോൾ അതല്ല, ആരാ സ്ത്രീ? ഞാൻ അവരെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ പറയും. ഹൂ ഇസ് ദാറ്റ് വുമൻ? ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. അല്ലേ, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. ബട്ട് ഐ കാൺട്ട് റിമെമ്പർ വെയർ. എവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ബട്ട് ഐ കാൺട്ട് റിമെമ്പർ വെയർ. ഇനി ഇത് തന്നെ പാസ്റ്റിൽ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് അവരാരാന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പറയും. ഇപ്പം നടക്കുന്ന കാര്യമില്ല. ഹൂ ഇസ് ദാറ്റ് വുമൻ എന്ന് വെച്ചാൽ അത് ആരാ, ഇപ്പം നടക്കുക, പാസ്റ്റിൽ. അപ്പോൾ അവരാരാന്ന് എനിക്ക് അങ്ങനെ ഉറപ്പുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ പറയാം. ഐ വാസൻറ്റ് ഷുവർ ഹൂ
ഹൂ ഷീ വാസ്. നമ്മൾ ആരായിരുന്നു അവൾ എന്ന് ചോദിക്കാൻ ഹൂ വാസ് ഷീ അല്ലേ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ ഐ കാൺ റിമെമ്പർ അല്ലെങ്കിൽ ഐ വാസൻ ഷുവർ എന്നൊക്കെ പറയുമ്പം ആ ഓർഡർ മാറുന്നുണ്ടോ. ഹൂ വാസ് ഷീ മാറിയിട്ട് ഹൂ ഷീ വാസ് എന്ന് വരും. ഐ വാസൻ ഷുവർ ഹൂ ഷീ വാസ്. അവരാരായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അറിയുണ്ടായിരുന്നില്ല. ഐ വാസൻ ഷുവർ ഹൂ ഷീ വാസ്. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുമ്പ് പാസ്റ്റിലാണ് പറയേണ്ടത്. ഐ ഹാവ് സീൻ ഹെർ ബിഫോർ നേരത്തെ പറഞ്ഞു, ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെയാണെന്ന് ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒക്കെ പാസ്റ്റിലാണ്. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹാഡ് സീൻ ഹെർ ബിഫോർ. ഐ ഹാഡ് സീൻ ഹെർ ബിഫോർ. മറ്റേത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. ഐ ഹാവ് സീൻ ഹെർ. ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സീൻ ഹെർ ബിഫോർ. എന്തിനു മുമ്പ്? അവരെ കണ്ടില്ലേ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവരെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇവൻ്റ് നടക്കുക പാസ്റ്റിൽ. എന്ത്? ഐ വാസൻ ഷുവർ ഹൂ ഷി വാസ്. അപ്പോൾ മുമ്പ് അവരെ കാണുമ്പോഴാണ് നമ്മൾ പറയണേ അവരാരായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അതിനു മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹാഡ് സീൻ ഹെർ ബിഫോർ. മനസ്സിലായോ? രണ്ട് ഇവൻ്റ് നടക്കുകയാണ്. ഒന്ന് ആദ്യം നടന്നതാണ്, അതുകൊണ്ടൊന്ന് ഹാഡ് വെച്ചിട്ട് പറയണേ. ഐ ഹാഡ് സീൻ ഹെർ ബിഫോർ ബട്ട് ഐ കുഡൻറ്റ് റിമെമ്പർ വെയർ. അപ്പോൾ ഐ കാൺ റിമെമ്പർ എന്ന് വെച്ചാൽ എനിക്കിത് കണ്ടുപിടിക്കാൻ ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഐ കുഡൻറ്റ് റിമെമ്പർ വെയർ. ഓക്കെ, രണ്ട് സെൻറ്റൻസും പ്രസൻറ്റ് പെർഫെക്റ്റ്ലിയും പാസ്റ്റ് പെർഫെക്റ്റ്ലിയും ഒന്ന് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കണം കേട്ടോ, എന്നാലേ ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. കിച്ചൺ വൃത്തികേടായി കിടക്കുകയാണ്. ഒരാഴ്ചകളായിട്ട് ഇത് വൃത്തിയാക്കിയിട്ടില്ല. എങ്ങനെ പറയും? കിച്ചൺ ഇപ്പോഴത്തെ അവസ്ഥ വൃത്തികേടായി കിടക്കുക. അപ്പോൾ എങ്ങനെ പറയും? ദ കിച്ചൺ ഇസ് ഡേർട്ടി. അല്ല, ഇപ്പോഴത്തെ അവസ്ഥ ഇസ് പ്രസൻറ്റിലാണ്. ദ കിച്ചൺ ഇസ് ഡേർട്ടി. ദേ ഹാവൻറ്റ് ക്ലീൻഡ് ഇറ്റ് ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ല. ദേ ഹാവൻറ്റ് ക്ലീൻഡ് ഇറ്റ് ഫോർ വീക്സ്. ഇനി ഇത് പാസ്റ്റ് പെർഫെക്റ്റ്ലി പറയണല്ലോ. അപ്പം വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ പറയുകയാണ്, അന്ന് ആ കിച്ചൺ ഭയങ്കര വൃത്തികേടായിരുന്നു. ദ കിച്ചൺ വാസ് ഡേർട്ടി. ദ കിച്ചൺ വാസ് ഡേർട്ടി. അന്ന് അതിനു മുമ്പ് അവരത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആഴ്ചകളോളം. ദേ ഹാഡൻറ്റ് ക്ലീൻഡ് ഇറ്റ് ഫോർ വീക്സ്. കണ്ടോ? ദ കിച്ചൺ വാസ് ഡേർട്ടി. ഞാൻ അന്ന് ആ ജോലിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ദ കിച്ചൺ വാസ് ഡേർട്ടി. ദേ ഹാഡൻറ്റ് ക്ലീൻഡ് ഇറ്റ് ഫോർ വീക്സ്. ആ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടെൻസുകൾ യൂസ് ചെയ്യാനുള്ള ക്ലാരിറ്റി കിട്ടും. ഇനി നമുക്ക് പഠിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൂടി ഇതിനോട് ചേർത്തൊക്കെ പഠിക്കാം. ഒരു ചെറിയൊരു പാസേജ് നോക്കാം. യെസ്റ്റർഡേ മോർണിംഗ് ഐ ഗോട്ട് അപ്പ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ദ സൺ വാസ് ഷൈനിങ് ബട്ട് ദ ഗ്രൗണ്ട് വാസ് വെരി വെറ്റ്. ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. എന്താർത്ഥം? ഇന്നലെ രാവിലെ യെസ്റ്റർഡേ മോർണിംഗ് ഐ ഗോട്ട് അപ്പ്, രാവിലെ എണീറ്റിട്ട് ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഞാൻ ജനാലയുടെ പുറത്തേക്ക് നോക്കി. ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഇതൊക്കെ ഇന്നലെ ചെയ്തു. ഞാൻ രാവിലെ എണീറ്റ് ജനാലയുടെ പുറത്തേക്ക് നോക്കി. ദ സൺ വാസ് ഷൈനിങ്. സൂര്യൻ ഉദിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ. നല്ല ഒരു ബ്രൈറ്റ് ഡേ ആണെന്നല്ല, ആയിരുന്നു. ദ സൺ വാസ് ഷൈനിങ്. പക്ഷേ നിലം നനഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദ ഗ്രൗണ്ട് വാസ് വെറ്റ്. അല്ലെങ്കിൽ ദ ഗ്രൗണ്ട് വാസ് വെരി വെറ്റ്. ഭയങ്കര നനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അതിന് മുമ്പ് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? കുറച്ച് നേരമായിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഇതിനു മുമ്പ് നമ്മൾ ഈ പുറത്തിറങ്ങി നോക്കി നിലം നനഞ്ഞ് കിടക്കുകയാണെന്ന് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായാലും മുമ്പ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. ആ സെൻസ് കണ്ടോ? ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ പറഞ്ഞേ? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാഡ് ബീൻ റെയിനിങ്. സബ്ജക്റ്റ് ആരാണെങ്കിലും ഹാഡ് ബീൻ എന്ന് പറഞ്ഞിട്ടാണ് റെയിൻ കഴിഞ്ഞിട്ട് ING ഫോം. ഓക്കെ, അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യുണ്ടായിരുന്നോ? ഇല്ല. ഇറ്റ് വാസ് നോട്ട് റെയിനിങ് വെൻ ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഇറ്റ് വാസ് നോട്ട് റെയിനിങ് വെൻ ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ പെയ്യുണ്ടായിരുന്നോ? ഇല്ല. ഇറ്റ് വാസ് നോട്ട് റെയിനിങ്. ഇറ്റ് വാസ് നോട്ട് റെയിനിങ് വെൻ ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ദ സൺ വാസ് ഷൈനിങ്. നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ദ സൺ വാസ് ഷൈനിങ്. ഉദിക്കുകയല്ല എന്ന് പറയാം, ഷൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ശോഭിച്ചുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ സൂര്യൻ അവിടെ പ്രകാശിക്കുന്നുണ്ട് എന്ന് പറയുമോ മലയാളത്തിലൊക്കെ? കുറച്ച് വീടായിരിക്കും. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല മലയാളത്തിൽ. നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഥയൊക്കെ സ്ക്രിപ്റ്റിലൊക്കെ എഴുതുമ്പോൾ, വല്ല സിനിമ സീരിയലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാം, നല്ല വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യത്തിനിടുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്നെ ഒന്ന് കണ്ണൂരിട്ട് നോക്കും. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുക കേട്ടോ, അതുകൊണ്ട് പറയണേ. അപ്പോൾ ദ സൺ വാസ് ഷൈനിങ്, സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദിക്കുക എന്ന് വെച്ചാൽ വേറെയാണ്, റൈസിങ്ങാണ്. ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുക, കളകളകളെന്ന് പറഞ്ഞിട്ട് ഷൈൻ ചെയ്യാം. കളകളാന്ന് ഷൈൻ ചെയ്യില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കുക, ഷൈൻ ചെയ്യാം. പക്ഷേ ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ബിഫോർ, ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പ് മഴ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ബിഫോർ. ക്ലിക്ക് ചെയ്താൽ സംഭവം അല്ല, എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. നോക്കണ സമയത്ത് മഴയില്ല, പക്ഷേ അതിന് മുമ്പ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. ഓക്കെ, മഴ എന്ന് വെച്ചാൽ ചും എന്നോട്ട് പെയ്യാലല്ലോ, കുറച്ച് നേരം പെയ്യൂലോ. അപ്പോൾ കണ്ടിന്യൂസ് ആണത്, അതുകൊണ്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിന് ഇനി ഗ്രാമർ നോക്കാം. സബ്ജക്റ്റ് ആരാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഹാഡ് ബീൻ കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, ഇപ്പം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു. അപ്പോൾ അത് രണ്ടും ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് 2 എക്സാമ്പിൾ പറയാം. നിങ്ങൾ ബസ് സ്റ്റോപ്പിലിരിക്കുക, എന്നിട്ട് പറയാണ്, ബസ് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് ദ ബസ് കംസ് സൂൺ. ബസ് പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കണു എന്ന് പറയില്ലേ? ഐ ഹോപ്പ് ദ ബസ് കംസ് സൂൺ. ഞാൻ 20 മിനിറ്റായിട്ടേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തുള്ള ചേച്ചിനോട് പറയാം, ചേച്ചി ബസ് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു, ഞാൻ 20 മിനിറ്റായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് പറയും ഐ ഹാവ് ബീൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 20 മിനിറ്റ്സ്. 20 മിനിറ്റായിട്ട് ചേച്ചി ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ബസ് വന്നിട്ടില്ല, വന്നാൽ മതിയായിരുന്നു. ഐ ഹോപ്പ് ദ ബസ് കം സൂൺ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 20 മിനിറ്റ്സ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലെന്ന് പറഞ്ഞേ. എന്നുവെച്ചാൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് നമ്മൾ വേറെ ആളത്ത് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തി, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ്. വീട്ടിലെ ഫ്രണ്ടോ അച്ഛനോ അമ്മയോ ആരായാലും കുഴപ്പമില്ല, അവരോട് പറയാണ്. എങ്ങനെ പറയാം? അവസാനം ബസ് വന്നു. എങ്ങനെ പറയുന്നത്? അറ്റ് ലാസ്റ്റ്, ഫൈനലി എന്നൊക്കെ പറയാം. അറ്റ് ലാസ്റ്റ് ദ ബസ് കെയിം. ബസ് വന്നു. ഞാനവിടെ 20 മിനിറ്റായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാം, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ 20 മിനിറ്റ്സ്. കേട്ടോ, അവിടെ ഐ ഹാവ് ബീൻ അല്ല, ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഞാനവിടെ വീട്ടിലെത്തി. ഫൈനലി ആ ബസ് വന്നു. 20 മിനിറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന് ശേഷം അത് വന്നത്. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ 20 മിനിറ്റ്സ് അല്ലേ? ബസ് വരുന്നതിന് മുമ്പ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വ്യത്യാസം മനസ്സിലായോ? ഹാവ് ബീനും ഹാഡ് ബീനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ് അല്ല, ഇന്നലെ രാത്രി നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി നിങ്ങൾ സിനിമയ്ക്ക് പോയി. യു വെൻറ്റ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ്. യു വെൻറ്റ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ്. നിങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. യു ഗോട്ട് ടു ദ സിനിമ ലേറ്റ്. തിയേറ്ററിൽ എത്തിയപ്പോൾ ഒത്തിരി സമയം വൈകി. സ്ഥിരം നമ്മുടെ ചെയ്യുന്ന മാതിരി തന്നെ. യു ഗോട്ട് ടു ദ സിനിമ. ഗോട്ട് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എന്ന് പറഞ്ഞാൽ പല കാര്യത്തിനും ഉപയോഗിക്കാം. കിട്ടുക എന്നുള്ള അർത്ഥം മാത്രമല്ല, റീച്ചിന് പകരം ഗെറ്റ് ഉപയോഗിക്കാം. അത് ആ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾ. ഗെറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നല്ലൊരു വീഡിയോ. എൻ്റെ ജസ്റ്റ് ചാനലിൽ ഗെറ്റ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതിൽ ആ ഗെറ്റിൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറേ സ്ഥലത്ത് ഗെറ്റ് ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റും. വളരെ കോമൺ ആയിട്ട് ഗെറ്റ് ഉപയോഗിക്കുന്ന ഒരു രീതി ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി സ്മാർട്ടാവും. അപ്പോൾ ആ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടോളൂ. അതിന് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കമൻറ്റിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ യു ഗോട്ട് ടു ദ സിനിമ ലേറ്റായിട്ടാണ് സിനിമയിൽ എത്തിയത്, തിയേറ്ററിൽ എത്തിയത്. ഇനി നിങ്ങളിത് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കണം. ദ ഫിലിം ഓൾറെഡി സ്റ്റാർട്ട്. ഈ 3 വേർഡ്സ് തരാം. ഫിലിം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഉണ്ടാക്കേണ്ട സെൻറ്റൻസ്. ഉണ്ടാക്കുമോ? രണ്ടാമത്തെ ചോദ്യം. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡൽഹി പോയി. ലാസ്റ്റ് ഇയർ വി വെൻറ്റ് ടു ഡൽഹി. ഞങ്ങളവിടെ ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത്. ഇറ്റ് വാസ് അവർ ഫസ്റ്റ് ടൈം ദെയർ. ഞങ്ങളവിടെ ആദ്യമായിട്ടായിരുന്നു പോയിരുന്നത്. പിന്നീട് ചിലപ്പോൾ കുറേ വട്ടം പോയിട്ടുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യം പറഞ്ഞത്, ആ സമയത്താണ് ആദ്യമായിട്ട് പോയത്. ഇറ്റ് വാസ് അവർ ഫസ്റ്റ് ടൈം ദെയർ. ഞങ്ങളവിടെ ആദ്യത്തെ തവണയായിരുന്നു. ഇറ്റ് വാസ് അവർ ഫസ്റ്റ് ടൈം ദെയർ.
നിങ്ങൾ ഉണ്ടാക്കേണ്ട സെൻറ്റൻസ് വി നോട്ട് ബി ദെയർ ബിഫോർ. ഞങ്ങൾ അവിടെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ആദ്യത്തെ തവണ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് അതിന് മുമ്പ് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ കറക്റ്റ് ടെൻസിൽ ആ സെൻറ്റൻസ് ഉണ്ടാക്കുക. മൂന്നാമത്തെ ചോദ്യം, ആൻ വോക്ക് അപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. ആൻ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എണീറ്റു. എന്താ എണീറ്റത്? ഷി വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് ഡിഡ്ന്റ് നോ വേർ ഷി വാസ്. അവളാകെ പേടിച്ചിരുന്നു. അവൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ഞാനിപ്പോൾ എവിടെയാണ്, അങ്ങനെ ചില സമയത്ത് നമുക്കൊരു സ്ഥലകാല ബോധമൊക്കെ വിട്ടു പോകാറില്ലേ രാത്രി സ്വപ്നം കണ്ടിട്ട്. അപ്പോൾ അവളിങ്ങനെ പേടിച്ചു. ഷി വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് ഡിഡ്ന്റ് നോ വേർ ഷി വാസ്. അവൾ എവിടെയാണെന്ന് അവൾക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഷി ഡിഡ്ന്റ് നോ, അറിയുണ്ടായിരുന്നില്ല വേർ ഷി വാസ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ വേർ ആം ഐ എന്ന് ചോദിക്കും, വേർ ഈസ് ഷീ എന്ന് പറയും. പക്ഷേ ഷി ഡിഡ്ന്റ് നോ എന്ന് കഴിഞ്ഞ് വരുമ്പോൾ ആ ഓർഡർ ഉണ്ടോ, വേർ ഷീ വാസ്. ഓക്കെ, വേർ വാസ് ഷീ അല്ല, വേർ ഷീ വാസ്. ഷി ഡിഡ്ന്റ് നോ വേർ ഷീ വാസ്. നിങ്ങൾ ഉണ്ടാക്കേണ്ട സെൻസ് അവളൊരു ദുസ്വപ്നം കണ്ടു. അപ്പോൾ നമ്മൾ മലയാളത്തിൽ കാണുക അല്ലെ, സ്വപ്നം കാണുക ചെയ്യുക. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ സ്വപ്നം കാണില്ല, സ്വപ്നം ഉണ്ടാവുക ചെയ്യുക. ഹാവ് എ ഡ്രീമാണ്, മനസ്സിലായോ? സീ എ ഡ്രീം എന്ന് പറയരുത്, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം മലയാളത്തിലെ പോലെയാണ് ഇംഗ്ലീഷിൽ എന്ന് വിചാരിക്കരുത്. പല പല ശൈലികൾ ഡിഫറെൻ്റ് ആയിരിക്കും, കുറേ ഒരുപോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആവേശം വരും, ഇതെല്ലാം എനിക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാമെന്ന്. ചെയ്യരുത്. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങളൊരു ബിഗിനർ ലെവലിൽ അവിടെ നിൽക്കും. അഡ്വാൻസ് ലെവലിലേക്ക് പോകണമെങ്കിൽ കറക്റ്റായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലെ ശൈലികൾ വെച്ച് പഠിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും അത് എടുത്തു പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ ക്ലാസ്സിലും എന്തെങ്കിലും നമ്മൾ മലയാളത്തിൽ പറയണത് അങ്ങനെയല്ല ഇംഗ്ലീഷിൽ ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. എന്താ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? സ്വപ്നം കാണുക എന്ന് മലയാളത്തിൽ പറയും, പക്ഷേ സീ എ ഡ്രീം അല്ല, ഹാവ് എ ഡ്രീം. അപ്പോൾ ഷീ ഹാവ് എ ഡ്രീം, ഇത് 3 വാക്കുകൾ, ഷീ ഉണ്ട്, ഹാവ് ഉണ്ട്, എ ഡ്രീം, ഇത് വെച്ചിട്ട് അവളൊരു സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയണം. ഓക്കെ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ മനു ടി വിയുടെ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്ന് പറയാൻ വെൻ ഐ ഗോട്ട് ഹോം. റീച്ചിന് പറയും ഗോട്ട് എന്ന് പറയാമല്ലോ. വെൻ ഐ ഗോട്ട് ഹോം മനു വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് ടേൺഡ് ഇറ്റ് ഓഫ്. ഞാൻ എത്തിയപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് ഓഫാക്കിയിട്ടുള്ളൂ. ഹി ഹാഡ് ജസ്റ്റ് ടേൺഡ് ഇറ്റ് ഓഫ്. അപ്പോൾ ഞാൻ വരുന്നു, അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന സംഭവം ആയതുകൊണ്ട് ഹി ഹാഡ് ജസ്റ്റ് ടേൺഡ് ഇറ്റ് ഓഫ്. പാസ്റ്റ് പെർഫെക്റ്റ്ലി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവത്തിന് മുമ്പ് നടക്കുന്ന സംഭവം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയാമെന്ന്. ആദ്യം നടന്ന സംഭവം പറഞ്ഞു, അതിന് മുമ്പത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക. ഹി ഹാഡ് ജസ്റ്റ് ടേൺഡ് ഇറ്റ് ഓഫ് എന്ന് വെച്ചാൽ അവിടെ ആദ്യം ഞാൻ എത്തുന്നതിന് മുമ്പ് അവിടെ ഓഫാക്കി, അതാണ് പറയണത്. അവൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയും ഹി വാച്ച് എ ഫിലിം. ഇത് വെച്ചിട്ട് ആ സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പം അതിന് മുമ്പ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്തായിരുന്നു? അവനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ടെൻസൊക്കെ കറക്റ്റായി ചെയ്യണേ. ലാസ്റ്റ് 5ാമത്തെ അവസാനത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. നമ്മൾ ഈ വെറുതെ പാസീവായിട്ട് ഇങ്ങനെ കേട്ടിട്ട് കാര്യമില്ല, ഉണ്ടാക്കിയാലേ അത് പഠിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണത്, ചെയ്യണം കേട്ടോ. ക്വിസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ട് കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ ക്വിസൊക്കെ നന്നായി അറ്റംപ്റ്റ് ചെയ്യും. അപ്പം ഈ ഇവിടെ തന്നെ യൂട്യൂബിൽ തന്നെ എത്ര ചേച്ചിമാർ, സ്ത്രീകളാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്, നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പുരുഷന്മാരുണ്ട് കേട്ടോ. നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇവരുടെയൊക്കെ ആൻസേഴ്സിൽ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അക്ഷമരായിരുന്നു. ദ പീപ്പിൾ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് വെ ഗെറ്റിംഗ് ഇംപേഷ്യൻ്റ്. അവർക്കിങ്ങനെ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇംപേഷ്യൻ്റ് ആയി വരുന്നു, അക്ഷമരാവുമായിരുന്നു അവർ. ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പ് നടന്നതാണ്. ദ പീപ്പിൾ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് വെർ ഗെറ്റിംഗ് ഇംപേഷ്യൻറ്റ്. ബസ് ഭയങ്കര ലേറ്റ് ആയിരുന്നു. ദ ബസ് ഇസ് അല്ല, വാസ്, ഇതൊക്കെ പാസ്റ്റ് ടെൻസിൽ നടക്കുന്നതല്ലേ. ദ ബസ് വാസ് വെരി ലേറ്റ്. അതുകൊണ്ടാണ് ദ പീപ്പിൾ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് വെർ ഗെറ്റിംഗ് ഇംപേഷ്യൻറ്റ്. ദേ വെയിറ്റ് എ ലോങ് ടൈം. അവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? അതാ സെൻറ്റൻസ് ഉണ്ടാക്കിയിടുക. ഓക്കെ. 5 ചോദ്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ യൂസിൽ വരുന്ന സെൻറ്റൻസുകളാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിതിൽ കുറച്ച് ശ്രദ്ധ കൊടുത്ത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കണു. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരു കോഴ്സായിട്ട് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ കോഴ്സായിട്ട് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ 2 കോഴ്സുകളാണ് ഓഫർ ചെയ്യണത്. ഒന്നും ലൈവല്ല, കൂടുതലും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെടുക്കുന്ന കോഴ്സാണ്. ഈ ലൈവ് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ആരും എത്താറൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സമയത്തിന് കിട്ടിയിട്ട് പഠിക്കുക. പക്ഷെ നമുക്ക് സംശയമുള്ളപ്പോൾ ചോദിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ടൈം ഡെഡിക്കേറ്റ് ചെയ്യാറ്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ
കോഴ്സിൻ്റെ ഫോറത്തിൽ തന്നെ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ 90 ഡേ ആണ് പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സ്. അതാണ് പ്രൊഫഷണലായ ആൾക്കാർ പൊതുവെ എടുക്കാറുള്ള കോഴ്സ്. 90 ഡേയ്സിൽ നമ്മൾ ബേസിക്സ് വളരെ ഫൗണ്ടേഷൻ നല്ല പക്കയാക്കും, പിന്നെ അവിടെ ഇളകില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പ്രാക്ടീസ് ഉണ്ട്, ChatGPT വെച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു 3 months കണ്ടിന്യൂ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ എത്തും. എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവമാണ്, കുട്ടികളുടെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് അതുകൊണ്ടാണ് എൻ്റെ കോഴ്സ് നല്ല വിശ്വാസമുള്ളത്. 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ്. സ്റ്റുഡൻസ് പുറത്തൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ എന്തായാലും എടുക്കണമെന്ന് പറയും. കാരണം മിക്കവാറും പുറത്ത് പോയിട്ട് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് പറയുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ നമുക്ക് അവിടുത്തെ ജീവിതത്തിന് വേണ്ട വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയവും കോഴ്സിനുള്ള സമയമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടുന്നേ പ്രിപ്പയർ ചെയ്ത് അവിടെ പോവാം. സമയമുള്ളവരെടുക്കുക. ഇനി അതല്ല, വീട്ടമ്മമാരാണ്, കൊച്ചുമക്കളോടൊക്കെ സംസാരിക്കാനാണ് അടുത്ത കോഴ്സ് ഏറ്റവും കൂടുതൽ എടുക്കണേ. ഈ ഗ്രാൻഡ് പാരൻസ് അവരാണ് ഏറ്റവും കൂടുതൽ കോഴ്സ് എടുക്കാറുള്ളത്. പിന്നെ ടീച്ചേഴ്സ്, മോണ്ടെസറി ടീച്ചേഴ്സ് അവരൊക്കെ എടുക്കാറുണ്ട് ആ കോഴ്സ്. പിന്നെ ഡ്രൈവേഴ്സ്, അങ്ങനത്തെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വിദേശത്ത് ഗൾഫിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ജസ്റ്റ് സംസാരിക്കണം, എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം. സെയിൽസുള്ള ആൾക്കാർ അവർക്കൊക്കെ ഗ്രാമർ അധികം ഫോക്കസ് ചെയ്യണ്ട അല്ലേ, എല്ലാ ഗ്രാമർ കാര്യങ്ങളൊന്നും അവർക്ക് എഴുതാനൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് വരണമെങ്കിൽ ഒരു 30 ഡേ ഒരു കുഞ്ഞ് വാട്സപ്പ് കോഴ്സ് ഉണ്ട്. പക്ഷെ ഭയങ്കര എഫക്റ്റീവ് കോഴ്സാണ്. അത് എടുക്കാൻ താല്പര്യമുള്ളവർ അതെടുക്കുക. പൊതുവെ ഈ മദർ ഇൻ ലോസ് ഇവർക്കൊക്കെ പറ്റിയ കോഴ്സാണ്. അവർ കൂടുതൽ അങ്ങനത്തെ ആൾക്കാരാണ് എടുക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.